ആദ്യം ശ്രീ സേനാപതി വേണു, എന്തെങ്കിലും പ്രതീക്ഷ വേണമെങ്കിൽ അത് ഉത്തർപ്രദേശിലൂടെ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ 5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ യു പിയിൽ ഇനിയും ബാക്കിയുണ്ട് ചില മണ്ഡലങ്ങൾ, ബംഗാളിൽ ബാക്കിയുണ്ട് മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിൽ പോളിംഗ് പൂർത്തിയായി, ഇനി പുതുതായിട്ട് ഡൽഹി വരുന്നു, അതുപോലെ പഞ്ചാബും ചിത്രത്തിലേക്ക് കടന്നുവരും. പക്ഷേ ഉത്തർപ്രദേശാണല്ലോ ഏറെ നിർണായകമായി മാറുക. 62-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് വരുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്ന ഈ സമയത്ത് എന്ത് സാധ്യതകൾ താങ്കൾക്ക് കാണാൻ കഴിയും ഇന്ത്യ സഖ്യത്തിന്, അതായത് SP കോൺഗ്രസ് സഖ്യത്തിന്? ഞാൻ മഞ്ജുഷ ഇന്നലെ പ്രയാഗ്രാജ് ജില്ലയിൽ അവിടെ ഫൂൽപൂർ മണ്ഡലം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ് ഫൂൽപൂർ മണ്ഡലം. അപ്പോ ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് റാലി ഇന്ന് പത്രങ്ങൾ വളരെ കൗതുകത്തോടും അതോടൊപ്പം തന്നെ വാർത്താ പ്രാധാന്യത്തോടും കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, അവിടെ ഇന്നലെ തടിച്ചുകൂടിയ ജനസഞ്ചയം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ നിരീക്ഷകരെയും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി ചാനലുകളൊക്കെ അവര് 2 കാര്യത്തിൽ, ഒന്ന് കൗതുകത്തോടെ നല്ല അത്ഭുതത്തോടു കൂടി ആ വാർത്ത അവർ കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഫൂൽപൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രയാഗ്രാജിൽ ഇന്നലെ ഉണ്ടായ ആ ജനസഞ്ചയം എന്ന് പറയുന്നത് അതൊരു അഭൂതപൂർവമായ ഒരു ജനസഞ്ചയമാണ്. പക്ഷേ ഇത് തുടർച്ചയായിട്ട് BJPയുടെ റാലികളിൽ കണ്ടുവരുന്ന ഒന്നല്ലേ? ഇപ്പോൾ വർഷങ്ങളായിട്ട് പുതുതായിട്ട് സംഭവിക്കുന്നു എന്നതുകൊണ്ടല്ലേ ഇന്ത്യ സഖ്യത്തിലെ, അതായത് അഖിലേഷിന്റെയും രാഹുലിന്റെയും ഈ റാലിയിൽ ഇത്രയും ജനങ്ങൾ പൊതിഞ്ഞു വന്നത്? അതൊരു അത്ഭുതമായി കാണുന്നത്. BJPയുടെ റാലികളിൽ സ്ഥിരമായി കണ്ടുവരുന്നതാണ്, ഇപ്പോൾ മോദിയുടെ റാലിയിൽ തുടരുന്നതുമാണിത്. അത് തന്നെ അല്ല ഞാൻ പറഞ്ഞു വന്നത് മഞ്ജുഷെ, സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അഖിലേഷിന്റെ നേതൃത്വത്തിലോ പ്രത്യേകം നടത്തുന്ന റാലികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ റാലിയെ വെല്ലുന്ന അല്ലെങ്കിൽ അതിന് 10 മടങ്ങായുള്ള ഒരു ജനസഞ്ചയം കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ തടിച്ചുകൂടിയത് അതൊരു സൂചനയാണ്. അത് ഉത്തർപ്രദേശിലെ മാറ്റത്തിന്റെ ഒരു സൂചനയാണ് എന്ന് ഞങ്ങൾ നിശ്ചയമായിട്ടും കാണുന്നു. കാരണം 62+2 അതാണല്ലോ ഇപ്പൊ BJPയുടെ കയ്യിലുള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഇത്തവണ ഇന്ത്യ ബ്ലോക്കിന് വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് ചിലപ്പോൾ ഞങ്ങളൊരു 35-40 പകുതി സീറ്റ് വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതല്ല എങ്കിൽ ഒരു 60%, 40% എന്ന നിലയിലേക്ക് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സമവാക്യം മാറും എന്ന ഒരു വലിയ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. താങ്കളിലേക്ക് വരാം.